ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഒരു വാഹനത്തിന് ഡിഫറൻഷ്യലിലേക്ക് അനുഭവപ്പെടുന്ന ലോഡുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഇത് തുടർന്ന് വരുന്ന രണ്ട് ടൈപ്പ് ആക്സിൽ ഡ്രൈവ്സ് ഉണ്ട്, അതായത് ഫൈനൽ ഡ്രൈവ്സ് ഉണ്ട്. നമ്മുടെ ഗിയർ ബോക്സിൽ നിന്നുള്ള ഒരു പവർ ഡിഫറൻഷ്യലിലേക്ക് എത്തുന്നത് രണ്ട് രീതിയിൽ കൊടുക്കുന്ന സിസ്റ്റം ഉണ്ട്. അതായത് പ്രൊപ്പലർ ഷാഫ്റ്റ് തന്നെ അറേഞ്ച് ചെയ്യുന്നതിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിക്കൊണ്ട് രണ്ട് രീതിയിലുള്ള ഒരു കാര്യം നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഒരു വാഹനത്തിന്റെ ഡിഫറൻഷ്യലിലേക്ക് എത്ര രീതിയിലുള്ള എന്തെല്ലാം ഫോഴ്സുകൾ എന്തെല്ലാം ലോഡുകൾ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ അതായത് ഞാൻ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. ബോർഡിൽ ശ്രദ്ധിക്കുക. അതിലൊന്നാമത്തെ കാര്യമാണ് ലോഡ്സ് ഓഫ് ആക്സിൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യമാണ് വെയിറ്റ് ഓഫ് ബോഡി. വാഹനത്തിന്റെ ബോഡിയിലെ ആ ഒരു ഭാരം താങ്ങി നിർത്താനായിട്ടുള്ള ഒരു എഫക്ട്, ആ ഒരു ഫോഴ്സ് വാഹനത്തിന്റെ ആക്സിൽ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യമാണ് ഡ്രൈവിംഗ് ത്രസ്റ്റ്. മൂന്നാമത്തെ കാര്യമാണ് ടോർക്ക് റിയാക്ഷൻ. നാലാമത്തെ കാര്യമാണ് സൈഡ് ത്രസ്റ്റ്. നാല് കാര്യങ്ങളുള്ളത്. വെയിറ്റ് ഓഫ് ബോഡി, ഒരു വാഹനത്തിന്റെ ആക്സിൽ കേസിംഗിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു ലോഡ്, വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് വെയിറ്റ് ഓഫ് ബോഡി. വാഹനത്തിന്റെ സസ്പെൻഷൻ സിസ്റ്റത്തിന് മുകളിലുള്ള ഫുൾ ഐറ്റം, ആ ടോട്ടൽ വാഹനത്തിന്റെ ആ ഒരു ഭാരം താങ്ങി നിർത്തുന്നത് ആക്സിലാണ്, അല്ലെങ്കിൽ ആക്സിൽ ട്യൂബാണ്, ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ഒരു കേസിംഗ് ആണ്. ആ ഒരു വെയിറ്റ് ആണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഡ്രൈവിംഗ് ത്രസ്റ്റ് എന്ന് പറയുന്ന കാര്യമാണ്. എന്താണ് ഡ്രൈവിംഗ് ത്രസ്റ്റ്? ഡ്രൈവിംഗ് ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ബസ്സിലേക്ക് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് എടുത്ത് പോകാൻ നേരത്ത് നമ്മളെല്ലാം വാഹനത്തിൽ ബാക്കിലേക്ക് വീഴാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അതുപോലെ ബ്രേക്ക് ചെയ്യുമ്പോൾ മുമ്പിലേക്ക്. ഈ ഒരു കാര്യം, അതായത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മുമ്പിലേക്കും ആക്സിലേറ്റർ കൊടുത്ത് വാഹനം എടുക്കുന്ന സമയത്ത് പുറകിലേക്കും മറിഞ്ഞു വീഴാൻ പോകുന്ന ആ ഒരു ടെൻഡൻസി, അത് ആക്ച്വലി ഇനർഷ്യ മൂലം ഉണ്ടാവുന്ന കാര്യമാണ്. ആ ഒരു സംഗതിനെയാണ് നമ്മൾ ഡ്രൈവിംഗ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ചെയ്യുമ്പോഴും ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്തും വാഹനം എടുക്കുമ്പോഴും നിർത്തുമ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഡ്രൈവിംഗ് ത്രസ്റ്റ്. നെക്സ്റ്റ് കാര്യമാണ് ടോർക്ക് റിയാക്ഷൻ. അതിനു മുന്നേ ഞാൻ സൈഡ് ത്രസ്റ്റ് എന്നുള്ളത് പറഞ്ഞുതരാം. സൈഡ് ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം വളവ് തിരിക്കുന്ന സമയത്ത് നമ്മൾ വലത്തോട്ട് വളവ് തിരിക്കുമ്പോൾ നമ്മൾ ഇടത്തോട്ട് മറിഞ്ഞു വീഴാൻ പോകുന്ന പോലുള്ളൊരു ലോഡുണ്ട്. ആ ലോഡ് ആക്ച്വലി വാഹനത്തിന്റെ ബോഡിക്ക് ഉണ്ടായിരിക്കും. ആ ലോഡ് നേരെ ആക്സിലേക്കാണ് എക്സേർട്ട് ചെയ്യുന്നത്. ഇനി ടോർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ഡിഫറൻഷ്യൽ യൂണിറ്റിനകത്തുള്ള ഒരു വലിയൊരു വീല്, അതിന്റെ പേര് നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. അതിന്റെ പേരാണ് ക്രൗൺ വീൽ. അതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഭാഗത്തിന്റെ പേരെന്താണ്? ഇതിന്റെ പേരാണ് ബെവൽ പീനിയൻ. ഓക്കെ, ബെവൽ പീനിയനും ക്രൗൺ വീലും ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഞാൻ അവിടെ ബോർഡ് വരച്ചിട്ടുണ്ട്. ഇവിടെ ഈ ബെവൽ പീനിയൻ കറങ്ങുന്ന സമയത്ത് 90 ഡിഗ്രി ആംഗിളിൽ ആ ഒരു ടോർക്ക് ട്രാൻസ്മിഷൻ നടത്തിക്കൊണ്ട് ഒരു ഗിയർ റിഡക്ഷൻ പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ക്രൗൺ വീൽ ഇവിടെ കറങ്ങുന്നുണ്ട്. ക്രൗൺ വീല് കറങ്ങുന്ന സമയത്ത് ഈ കാണുന്ന ആക്സിലിന് റൊട്ടേഷൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ കാണുന്നതിന്റെ ബാക്കിൽ പ്രൊപ്പലർ ഷാഫ്റ്റ് ആണ് ഉണ്ടായിരിക്കുക. പ്രൊപ്പലർ ഷാഫ്റ്റ് ഒന്നും ഇല്ലാതെ വെറും ക്രൗൺ വീലിന്റെ മുകളിലായിട്ട് ബെവൽ പിന്നിനെ വെച്ച് ഞാനൊന്ന് കൈകൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഭാഗം കറങ്ങും, രണ്ട് ആക്സിലും കറങ്ങും. ഈ കാണുന്ന ആക്സിലുള്ള ടയർ റോഡിൽ മുട്ടി ചെറിയൊരു ലോഡോട് കൂടി, വാഹനത്തിന്റെ ഭാരത്തോട് കൂടി ആണ് ആ ടയർ നിൽക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പീനിയൻ കറങ്ങുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ലോഡ് അതിൽ എക്സൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വളരെ നേരത്തെ തിരിച്ച പോലെ വളരെ സിമ്പിൾ ആയിട്ട് പീനിയൻ തിരിയുന്നില്ല. ഒന്നും കൂടെ നമ്മൾ ലോഡ് കൊടുത്ത് തിരിച്ചു കഴിഞ്ഞാലാണ് ഈ കാണുന്ന ക്രൗൺ വീലും അതുമായി ബന്ധപ്പെട്ടുള്ള ടയറുകളും കറങ്ങുന്നുള്ളൂ. അപ്പൊ പിനിയൻ തിരിക്കുന്ന സമയത്ത് ഈ പിനിയന് ക്രൗൺ വീലിന്റെ മുകളിലൂടെ കയറി റോൾ ചെയ്യാനായിട്ടുള്ള ഒരു തരം ഫോഴ്സ് കൂടി ഉണ്ടാവും.
അതായത് കംപ്ലീറ്റ് പിനിയൻ അസംബ്ലി മുഴുവനായിട്ട് അതിന്റെ കൂടെ കയറി അങ്ങോട്ട് പോകാനായിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും. അതാണ് ടോർക്ക് റിയാക്ഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ ഇങ്ങനെ ഒരു ഫോഴ്സ് വരുമ്പോ ഈ കംപ്ലീറ്റ് ഡിഫറൻഷ്യൽ യൂണിറ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ് അവിടെ ഉണ്ടാവുക. അപ്പൊ 4 രീതിയിലുള്ള ആക്സിലേക്ക് എക്സൈറ്റ് ചെയ്യുന്ന ലോഡുകൾ എന്താണെന്നുള്ള മനസ്സിലാക്കി വെക്കുക. വെയിറ്റ് ഓഫ് ബോഡി, ഡ്രൈവിംഗ് ത്രസ്റ്റ്, ടോർക്ക് റിയാക്ഷൻ ആൻഡ് സൈഡ് ത്രസ്റ്റ്. 4 കാര്യങ്ങളാണുള്ളത്. ഇനി ഒരു വാഹനം അറേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ആക്സിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ 4 കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതി, 4 രീതിയിലുള്ള ഫോഴ്സുകൾ വന്നു കഴിഞ്ഞാലും അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു അറേഞ്ച്മെന്റ് ആയിരിക്കണം ഓരോ വാഹനത്തിനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ചെറിയ വാഹനത്തിന് ആ ലോഡുകൾ, ഈ പറയുന്ന ലോഡുകളെല്ലാം ഒരു നിശ്ചിത ലെവൽ വരെ ഉണ്ടായിരിക്കുള്ളൂ. അതിനുള്ള അറേഞ്ച്മെന്റ് ആണ് അവിടെ വേണ്ടത്. ഹെവി വാഹനമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത്ര തന്നെ അധികം ഹെവി വാഹനത്തിലുണ്ടായിരിക്കും. അതുകൊണ്ട് അത്രയും ലോഡ് അല്ലെങ്കിൽ അത്രയും ഫോഴ്സുകളെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു അറേഞ്ച്മെന്റ് ആയിരിക്കണം ഹെവി വാഹനത്തിൽ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഫൈനൽ ഡ്രൈവ് സിസ്റ്റത്തിന്റെ 2 അറേഞ്ച്മെന്റ് ആണ്. അതായത് ഗിയർ ബോക്സ് ടു പ്രൊപ്പലർ ഷാഫ്റ്റ് എന്നുള്ള ഒരു ഭാഗം, ഗിയർ ബോക്സ് ടു ഡിഫറൻഷ്യലിലുള്ള ആ ഒരു കണക്ഷൻ കൊടുക്കുമ്പോൾ 2 രീതിയിലാണ് ആ ഒരു ഡ്രൈവ്സ് പോകുന്നത്. അതിലൊന്നാമത്തെയാണ് ഹോച്ച്കിസ് ഡ്രൈവ്. അതിൽ രണ്ടാമത്തെയാണ് ടോർക്ക് ട്യൂബ് ഡ്രൈവ് എന്ന് പറയുന്ന ഭാഗം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ മുന്നിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. അത് ഗിയർ ബോക്സിൽ നിന്ന് പ്രൊപ്പലർ ഷാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡിഫറൻഷ്യലിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഈ 4 ലോഡുകൾ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവിടെ ഈ ഒരു അറേഞ്ച്മെന്റ് എന്തുകൊണ്ടാണ് അങ്ങനെ 2 പേരുകൾ വന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അതിൽ ആദ്യമായിട്ടുള്ള ഹോച്ച്കിസ് ഡ്രൈവ് എന്താണെന്നുള്ളതോടെ ഒരു ചെറിയ ചിത്രം വരച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതില് നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു വാഹനത്തിന്റെ ചേസിസ് ഫ്രെയിമിന്റെ ഒരു മെമ്പർ ഉണ്ട്. ലോങ് മെമ്പറാണ് വരച്ചിട്ടുള്ളത്. അതിലൊരു തലയ്ക്ക് സ്പ്രിങ്ങിന്റെ ഷാക്കിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ലീഫ് സ്പ്രിംഗ് കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ഷൻ നമ്മൾ നോക്കണ്ട, അതിൽ ഞാൻ വരയ്ക്കുന്നുണ്ട് കൃത്യമായിട്ട്. ലീഫ് സ്പ്രിംഗ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ താഴെയായിട്ട് നമ്മുടെ ആക്സിൽ കേസിംഗ് പോകുന്നുണ്ട്. ഒരു യു ഷേപ്പുള്ള ഒരു ക്ലാമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ലീഫിലേക്ക് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആക്സിൽ നേരെ പോകുന്നത് ഡിഫറൻഷ്യൽ യൂണിറ്റിലേക്കാണ്. ആ യൂണിറ്റിലേക്കുള്ള സപ്ലൈ കൊണ്ടുവരുന്ന പ്രൊപ്പലർ ഷാഫ്റ്റ് എന്ന് പറയുന്ന ഭാഗം നേരെ കണക്ട് ചെയ്യുന്നു ഗിയർ ബോക്സ്. ഓക്കെ, ഇതിനിടയിൽ എവിടെ ഒരു യൂണിവേഴ്സൽ ജോയിന്റ് കൂടാതെയുള്ള നമ്മുടെ സ്ലിപ്പ് ജോയിന്റ് ഇതിനിടയിൽ ഒരെണ്ണുണ്ടായി എന്നുള്ള വിഷയമുള്ള കാര്യമില്ല. അതല്ല ഇവിടെ ഇമ്പോർട്ടൻസ്. ഇവിടെ ഗിയർ ബോക്സിൽ നിന്നുള്ള ഒരു പവർ ഡിഫറൻസിലേക്ക് എത്തുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ലോഡുകൾ, അതായത് ഡ്രൈവിംഗ് ത്രസ്റ്റ്, സൈഡ് ത്രസ്റ്റ്, വാഹനത്തിന്റെ ബോഡിയുടെ വെയിറ്റ്, അതുപോലെയുള്ള ടോർക്ക് റിയാക്ഷൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ ഈ കാണുന്ന സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ചെറുത്ത് നിൽക്കാനുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ കാണുന്ന പോയിന്റ് ഇവിടെ ഫിക്സഡ് ആണ്. ഈ ഷാക്കിൽ കൊടുത്തിട്ടുള്ള സ്പ്രിങ്ങിന്റെ ഈ 2 ആണ് ലെങ്ത്തിൽ വേരി ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ലോഡുകൾ വന്നു കഴിഞ്ഞാൽ ഡിഫറൻസ് മുകളിലേക്ക് പോകുമ്പോൾ ഈ കാണുന്ന പോയിന്റ് അങ്ങോട്ട് നീങ്ങുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഫ്രെയിം ഹൈറ്റ് കുറഞ്ഞു വരുമ്പോൾ ലീഫ് സ്പ്രിംഗ് നീളം കൂടിക്കൊണ്ട് ഷാക്കിൾ ഈ ഒരു പൊസിഷനിലേക്ക് എത്തുകയാണ് ചെയ്യുക. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എത്തരത്തിലുള്ള ലോഡുകൾ ആരൊക്കെയാണ് വഹിക്കുക എന്നുള്ള കാര്യം നമുക്ക് പഠിക്കേണ്ട കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞ 4 ലോഡുകൾ. ഒന്നാമത്തെ വെയിറ്റ് ഓഫ് ബോഡി. വെയിറ്റ് ഇവിടെ താങ്ങുന്ന ആള് ലീഫ് സ്പ്രിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ് ആക്സിൽ വഴി ടയറുകളിലേക്കാണ് കൊടുക്കുക. അതായത് വാഹനത്തിന്റെ ബോഡിയുടെ ഭാരം ലീഫ് സ്പ്രിംഗ് ഉപയോഗിച്ചുകൊണ്ട് ആക്സിൽ ട്യൂബിലേക്ക് കിട്ടി. ആക്സിൽ ട്യൂബ് വഴി അത് നേരെ ആക്സിലേക്ക് തുടർന്ന് ചക്രങ്ങളിലേക്കും കിട്ടിക്കൊണ്ടാണ് ചക്രങ്ങൾ ആ ഒരു വാഹനത്തിന്റെ
വെയിറ്റ് താങ്ങുന്നത്. അപ്പോൾ ആക്ച്വലി ലീഫ് സ്പ്രിംഗ് ആണ് ആ ഒരു ലോഡ് താങ്ങുന്ന ആള്. രണ്ടാമത്തെ കാര്യം ഡ്രൈവിംഗ് ടോർക്ക്. ഡ്രൈവിംഗ് ത്രസ്റ്റ്. ഡ്രൈവിംഗ് ത്രസ്റ്റ് ഉൾക്കൊള്ളുന്നതാണ് ഇവിടെ ലീഫ് സ്പ്രിംഗ് തന്നെയാണ്. വാഹനം മുമ്പോട്ട് എടുക്കുമ്പോഴും ബാക്കിലോട്ട് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോഴെല്ലാം ആ ഒരു ഈ ഒരു ഭാഗത്തിൽ നിൽക്കുകയും ഈ ഒരു പോർഷന് മൂവ് ചെയ്യാനും സാധിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഫോഴ്സ് വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളുന്നതാണ് ഈ പറയുന്ന ലീഫ് സ്പ്രിംഗ് തന്നെയാണ്. നെക്സ്റ്റ് കാര്യം സൈഡ് ത്രസ്റ്റ്. സൈഡ് ത്രസ്റ്റ് നോക്കി കഴിഞ്ഞാൽ വാഹനം വളവെടുക്കുന്ന സമയത്ത് ഈ കാണുന്ന ഭാഗമാണ് റോഡായിട്ട് കോണ്ടാക്ട് വരുന്നത്, ടയറായിട്ട് കോണ്ടാക്ട് വരുന്നത്. ഇതിന് മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ലീഫ് സ്പ്രിംഗ് വഴിയാണ് ഫ്രെയിമില് ലെഫ്റ്റിക്കോ റൈറ്റിക്കോ ഒക്കെ മൂവ് ചെയ്യാൻ പറ്റുന്നത്, വളവ് തിരിക്കും. ആ ഒരു ചെറിയ ഫോഴ്സ് വരുന്നത്. ആ ഫോഴ്സും ഉൾക്കൊള്ളുന്ന ആക്ച്വലി സ്പ്രിംഗിന്റെ ഈ ഫാക്ടറിന്റെ ഈ പോയിന്റ് ഒക്കെ തന്നെയാണ്, ലീഫ് തന്നെയാണ് ഈ പറയുന്ന സൈഡ് ത്രസ്റ്റിൽ ഉൾക്കൊള്ളുന്നത്. അതുപോലെ ലാസ്റ്റ് പറയുന്ന ടോർക്ക് റിയാക്ഷൻ. ടോർക്ക് റിയാക്ഷൻ എന്ന് പറയുന്ന കാര്യം എന്താണ്? ഈ കാണുന്ന പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് തിരിയുമ്പോൾ ഈ കാണുന്ന ഡിഫറൻഷ്യൽ യൂണിറ്റിന് മുഴുവനായിട്ടും ഇവിടെ കിടന്ന് കറങ്ങാനായിട്ടുള്ള ഒരു തരം ഫോഴ്സ് ഇവിടെ എക്സെർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഈ പിനിയൻ എന്ന് പറയുന്ന ഭാഗത്തിന് മുകളിലേക്ക് ഗ്രൗണ്ട് വീലിന്റെ കോഡ് കയറി കറങ്ങാനായിട്ടുള്ള ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യും. ആ ഫോഴ്സ് മാത്രമാണ് ഈ പറയുന്ന പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തിന് ബാധിക്കുന്നതായിട്ടുള്ളൂ. അപ്പൊ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെ ആക്ച്വലി ഇവിടെ ഡ്രൈവിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക, അവർ ആ ടോർക്ക് റിയാക്ഷനെ ഉൾക്കൊണ്ട് നിൽക്കുക. അത്രയ്ക്കുള്ള കപ്പാസിറ്റിയാണ് ഈ കാണുന്ന പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് വേണ്ടത്. ബാക്കിയുള്ള എല്ലാ ത്രസ്റ്റുകളും വെയിറ്റ്, ഡ്രൈവിംഗ് ത്രസ്റ്റ്, സൈഡ് ത്രസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത് ഈ വാഹനത്തിന്റെ ലീഫ് സ്പ്രിംഗ് ആയിരിക്കും. ഇതാണ് ഹോച്ച് കിസ് ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ആ ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ ഡിസൈന് മാത്രമേ ഇവിടെ ബാധകമുള്ളൂ. ഇതിന് ഈ ടൈപ്പ് സാധാരണ കൺവെൻഷൻ ആയിട്ട് നിങ്ങൾ കാണുന്ന സിസ്റ്റം എല്ലാം ഹോച്ച് കിസ് ഡ്രൈവ് സിസ്റ്റം ആയിരിക്കും. ഇനി വേറെ ടൈപ്പ് ഉണ്ട്, അത് ഈ ഫിഗർ മാച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. രണ്ടാമത്തെയാണ് ടോർക്ക് ട്യൂബ് ഡ്രൈവ്. ടോർക്ക് ട്യൂബ് ഡ്രൈവിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗിയർ ബോക്സിൽ നിന്ന് ആ ഒരു പവർ സ്വീകരിച്ചു വരുന്ന ആ ഒരു ഷാഫ്റ്റ് നേരെ ഫ്രെയിമിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗത്തേക്കാണ് കൊടുക്കുന്നത്. അവിടെ ഒരു യൂണിവേഴ്സൽ ജോയിന്റ് വെച്ചുകൊണ്ട് നേരെ വാഹനത്തിന്റെ ഡിഫറൻഷ്യൽ യൂണിറ്റിനകത്തേക്ക് കൊടുക്കുന്നു. നേരെ ഡിഫറൻഷ്യൽ യൂണിറ്റിനകത്ത് കൊടുക്കുന്നു. ഇവിടുത്തെ ഡിഫറൻഷ്യലിന്റെ ഒരു പ്രത്യേകത നോക്കി കഴിഞ്ഞാൽ ഈ ഡിഫറൻഷ്യലിന്റെ താഴ്ഭാഗം നമ്മൾ സാധാരണ കാണുന്ന പോലെ റോഡിന് പാരലൽ ആയിട്ടല്ല ഇരിക്കുന്നത്. അത് ഈ വരുന്ന ആക്സില് അല്ലെങ്കിൽ ആ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് നേരെ അതിനോട് ഫേസ് ചെയ്തായിരിക്കും ഈ ഡിഫറൻഷ്യൽ യൂണിറ്റ് ഇരിക്കുന്നുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലുള്ള ആക്സിൽ ട്യൂബും അതിനെ കണക്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കും. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിരിക്കും. ഇവിടെ ഈ ഡിഫറൻഷ്യൽ യൂണിറ്റിന്റെ മുകളിലേക്കുള്ള മൂവ്മെന്റ് ഈ ഫ്രെയിമിൽ കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ആക്ച്വലി ഇവിടെ സ്ലൈഡിംഗ് ജോയിന്റിന്റെ ആവശ്യമില്ല. കാരണം ഈ കാണുന്ന പോയിന്റിൽ നിന്ന് ഡിഫറൻഷ്യൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതൊരു സെന്റർ പോയിന്റും ഇതൊരു സർക്കിളിന്റെ ഔട്ടറാണ്. ഈ ഔട്ടറിൽ കിടന്നിട്ട് ഈ സംഗതി മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ നീളത്തില് നീളം എന്ന് പറയുന്നതിന്റെ റേഡിയസ് ആയിരിക്കും. യാതൊരു വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ലൈഡിംഗ് ജോയിന്റ് എന്ന് പറയുന്നൊരു സ്ലിപ്പ് ജോയിന്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിന്റെ ആവശ്യമില്ല. ഇത്തരം സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ഈ കാണുന്ന പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് മുകളിലൂടെ, അതായത് നമ്മുടെ സ്റ്റീറിംഗ് ഷാഫ്റ്റിന് മുകളിൽ സ്റ്റീറിംഗ് കോളം കൊടുക്കുന്ന പോലെ ഒരു കവറിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ കവറിംഗ് ഈ കാണുന്ന കപ്പിനകത്തുനിന്ന് ജോയിന്റ് ആയതുകൊണ്ടാണ് ഡിഫറൻഷ്യലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ബലമുള്ളൊരു ട്യൂബാണ്. അതിനകത്തൂടെയാണ് ഡ്രൈവ് ഷാഫ്റ്റ് പോകുന്നത്. അപ്പൊ ഈ കാണുന്ന ഡിഫറൻഷ്യൽ യൂണിറ്റിനെ ഞാൻ അങ്ങോട്ടോ വലിച്ചു കഴിഞ്ഞാലും ഈ ട്യൂബിന്റെ ബലത്തിൽ അവിടെ നിൽക്കും. അപ്പൊ വാഹനത്തിലുണ്ടാകുന്ന ഡ്രൈവിംഗ് ത്രസ്റ്റ് ആൻഡ് ടോർക്ക് റിയാക്ഷൻ, ഈ രണ്ട് കാര്യങ്ങളും
ഈ പറയുന്ന ടോർക്ക് ട്യൂബിന് ഉൾക്കൊള്ളാനായിട്ട് അല്ലെങ്കിൽ അതിനെ ചേർത്ത് നിൽക്കാനായിട്ട് സാധിക്കും. പ്രൊപ്പലർ ഷാഫ്റ്റിന് ഇതിനകത്തോടെ പോകുന്ന ഒരു പ്രൊപ്പലർ ഷാഫ്റ്റിന് ഇവിടേക്കുള്ള ഡ്രൈവ് കൊടുക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഡ്രൈവിംഗ് ത്രസ്റ്റിനെ ഉൾക്കൊള്ളുന്ന ആള് ഇവിടെ ഈ ടോർക്ക് ട്യൂബ് എന്ന് പറഞ്ഞ ട്യൂബ് ആയിരിക്കും. വാഹനത്തിൽ വളവ് തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് ത്രസ്റ്റിനെ ഉൾക്കൊള്ളാനായിട്ട് ഈ ഒരു ട്യൂബിന് സാധിക്കില്ല. ഇതിന് മുമ്പിലേക്ക് ബാക്കിലേക്ക് പോവാതെ പിടിച്ചു നിർത്താനായിട്ട് ഇത് സാധിക്കും. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റിയർ ആക്സിൽ നോക്കുമ്പോൾ റിയർ ആക്സിൽ അറേഞ്ച്മെന്റ് ആണ് വിചാരിക്കുക. ഇവിടെ ഇതാണ് പീനിയൻ കണക്ട് ചെയ്യുന്ന പോയിന്റ്, രണ്ട് ആക്സിൽസിന്റെ പോയിന്റ്. സസ്പെൻഷൻ മൂവ്മെന്റ്സ് വരുമ്പോൾ ആക്സില് മുകളിലേക്ക് താഴേക്കാണ് സാധാരണ വർക്ക് ചെയ്യുന്നത്. അത് കൂടാതെ ബ്രേക്കിംഗ് അല്ലെങ്കിൽ ആക്സലറേഷൻ തുടങ്ങിയ സമയങ്ങളിലെല്ലാം ഈ യൂണിറ്റിന് മുമ്പിലേക്ക് ബാക്കിലേക്ക് പോകാനായിട്ടൊരു ത്രസ്റ്റ് ഉണ്ടാവും. അതിന് ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നൊരു റോഡ് നേരെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഫ്രെയിമിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു റോഡുണ്ട്. അത്തരം റോഡുകളെ പറയുന്ന പേര് റേഡിയസ് റോഡുകൾ എന്നാണ്. റേഡിയസ് റോഡ് റോഡാണ് ഈ ഡിഫറൻഷ്യൽ കംപ്ലീറ്റ് അസംബ്ലിക്ക് മുകളിലേക്ക് താഴേക്ക് പോകാനായിട്ടുള്ള ഒരു ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിൽ പിവോട്ട് ചെയ്തുകൊണ്ടാണ് ഇത് മുകളിലേക്ക് താഴേക്ക് പോവുക. അപ്പൊ ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് വരാനായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഇവിടെ ഉണ്ടായിരിക്കില്ല. അതിന് ചേർത്ത് നിർത്തുന്നത് ഈ റേഡിയസ് റോഡുകളായിരിക്കും, രണ്ട് റേഡിയസ് റോഡായിരിക്കും. ഇതുപോലെ വളവ് തിരിക്കുന്ന സമയത്ത് ഈ ആക്സിലിന് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ, അതായത് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ചെറുത്ത് നിർത്തുന്ന ഒരു റോഡ് ഇവിടെ കണക്ട് ചെയ്യും. വാഹനത്തിന്റെ ബോഡിയിൽ നിന്ന് ഈ ഡിഫറൻഷ്യൽ യൂണിറ്റിന്റെ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ഒരു റോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പിവോട്ട് ചെയ്തുകൊണ്ട് ഇത് മുകളിലേക്ക് പോവുകയുള്ളൂ. അപ്പൊ ആക്ച്വലി ഈ സാധനത്തിന് പുറത്തേക്ക് നീങ്ങാനോ ലെഫ്റ്റിക്കോ റൈറ്റിക്കോ നീങ്ങാനോ ഉള്ള ഒരു പ്രൊവിഷൻ ഈ പറയുന്ന റോഡ് കൊടുക്കില്ല. ഇതിന് പറയുന്ന പേരാണ് പാൻഹാർഡ് റോഡ്. ഇത്തരം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഹെവി വാഹനത്തിലൊക്കെ വാഹനത്തിന്റെ സ്റ്റെബിലിറ്റി നിലനിർത്തുന്നത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്തിരിക്കാൻ പാൻഹാർഡ് റോഡ് ഉണ്ട്, ഫ്രണ്ട് ടു ബാക്ക് മൂവ് ചെയ്തിരിക്കാനായിട്ട് റേഡിയസ് റോഡ്സ് ഉണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് വാഹനത്തിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പറഞ്ഞ രണ്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഹോച്ചിക്കിസ് ഡ്രൈവ് എന്താണ്, ടോർക്ക് ട്യൂബ് ഡ്രൈവ് എന്താണ്, ഏതില് ഇത്ര ഈ പറഞ്ഞ 4 റിയാക്ഷൻസ് അല്ലെങ്കിൽ 4 ലോഡുകൾ ആരൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്, എങ്ങനെയൊക്കെയാണ് അത് വാഹനത്തിന്റെ ആക്സിലിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്, എത്തരത്തിലുള്ള ലോഡുകളൊക്കെയാണ് പ്രൊപ്പലർ ഷാഫ്റ്റിലേക്ക് വരിക, ഏതൊക്കെയാണ് ലീഫിലേക്ക് വരിക എന്നുള്ള കാര്യമൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫൈനൽ ഡ്രൈവ്സിൽ ടോർക്ക് ട്യൂബ് ഡ്രൈവും ഹോച്ചിക്കിസ് ഡ്രൈവും ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നോട്ട് ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ ഫിഗർ വരച്ചെടുത്ത് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അയച്ചു തരണം. ടെക്സ്റ്റ് ബുക്കുള്ള നോട്ട് അതേപോലെ പകർത്തിയിട്ടുള്ളത് എനിക്ക് വേണ്ട, സ്വന്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള നോട്ട് എഴുതിയതിനു ശേഷം അയച്ചു തരിക. ഓക്കെ, താങ്ക് യു.